വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം മോശയെക്കുറിച്ച് വചനം പറയുന്ന ഭാഗമാണ് നാം വായിക്കുക. മോശ ആരാണെന്ന് പ്രഭാഷക പുസ്തകത്തിൽ ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി, ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ മോശയ്ക്ക് തമ്പുരാൻ കൊടുത്ത സമ്മാനത്തെക്കുറിച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ മോശയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ, ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ചെയ്യാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനഭാഗം നാം വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ തമ്പുരാൻ എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മോശയ്ക്ക് തമ്പുരാൻ കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു എന്നതാണ്. രണ്ടാമത്തെ അനുഗ്രഹം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു എന്നതാണ്. മൂന്നാമത്തെ അനുഗ്രഹം മുഖാഭിമുഖം സംസാരിച്ചു എന്നതാണ്. നാലാമത്തെ അനുഗ്രഹം ദൈവത്തിൻ്റെ കൽപ്പനകൾ, വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നതാണ്. ഈ 4 അനുഗ്രഹങ്ങൾ മോശയ്ക്ക് തമ്പുരാൻ കൊടുത്തെങ്കിൽ മോശ എങ്ങനെയാണ് ഈ 4 അനുഗ്രഹങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് എന്ന് പ്രഭാഷകന്റെ പുസ്തകം 45-ൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, അവൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് കാരുണ്യവാനായ ഒരു വ്യക്തിയായിരുന്നുവെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിൽ വളരെ കാരുണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മോശയെന്നും അതുകൊണ്ട് കർത്താവ് അവനെ ഉയർത്തി എന്നുമാണ് വചനം എഴുതിയിരിക്കുക. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയെന്ന്. ഇന്ന് എൻ്റെ തമ്പുരാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഉയർത്തണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുക കരുണയുടെ രൂപം ധരിച്ച വ്യക്തിയായി ഞാനും നിങ്ങളും മാറണമെന്നതാണ്. കരുണ എന്നിൽ ജന്മം എടുത്തു കഴിയുമ്പോൾ, മറ്റുള്ളവരോട് എനിക്ക് അലിവ് തോന്നി തുടങ്ങുമ്പോൾ, ഞാൻ ഇന്നലെ കണ്ട അവസ്ഥയിലല്ല, ഇന്ന് ഓരോ വ്യക്തിയും കുറച്ചുകൂടി ഞാൻ പരിഗണിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തന്നെ തോന്നുമ്പോൾ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങണം, എന്നെ എൻ്റെ തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. എൻ്റെ സ്വാർത്ഥതയുടെ ചട്ടക്കൂടിൽ ഞാൻ പുറത്തിറങ്ങി കരുണയുടെ വിശാല കരങ്ങൾ ഞാൻ നീട്ടിത്തുടങ്ങുമ്പോൾ എൻ്റെ തമ്പുരാൻ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മോശ വളരെ കരുണയുള്ളവനായതുകൊണ്ട് മോശയ്ക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാകാൻ സാധിച്ചു എന്നതാണ്. ഒന്ന്, അവനിൽ കരുണ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട്, അവൻ കരുണയുടെ പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി എന്ന് വചനം എഴുതിയിട്ടുണ്ട്. മോശ ഫറവോയുടെ രാജകൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും അവൻ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നപ്പോൾ അവന് എങ്ങനെയാണ് അവൻ ആ ഒരു ഭാവമുണ്ടായെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇസ്രായേൽ മക്കൾ ചണ്ട കൂടുമ്പോൾ അവരുടെ മേൽ അലിവ് തോന്നി രക്ഷിക്കാൻ കരുണയോടെ ഇറങ്ങി വരുന്നൊരു മോശയെ വചനത്തിൽ നാം വായിച്ച് കടന്നു പോകുമ്പോൾ കാണും. അവൻ്റെ ഉള്ളിൽ കരുണയുടെ ഭാവമുണ്ടായിരുന്നു. താൻ പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും, കാരണം അവൻ എല്ലാവർക്കും സുസമ്മതനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ധൈര്യപൂർവ്വം ദൈവത്തോട് ആലോചന ചോദിക്കും മുമ്പേ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് നമുക്കറിയാം. മോശയ്ക്ക് തമ്പുരാൻ കൊടുക്കുന്ന മറ്റൊരു അനുഗ്രഹമുണ്ട്. ചെറുപ്പത്തിൽ അവൻ കരുണയുടെ ഭാവം നിറഞ്ഞപ്പോൾ, അവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി മാറിയപ്പോൾ അവന് തമ്പുരാൻ കൊടുക്കുന്ന ഒരു പ്രത്യേകത, അവിടുന്ന് അവനെ മഹത്വത്തിൽ
ദൈവദൂതന്മാർക്ക് സമനാക്കി മാറ്റിയെന്നാണ് പ്രഭാഷകൻ 45:2. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി എന്ന് വചനം എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ എങ്ങനെയാണ് മോശയെ തമ്പുരാൻ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് എന്ന് 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോശയുടെ ചരിത്രങ്ങൾ നമ്മൾ പല ആവർത്തി വായിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കേട്ടതും ധ്യാനിച്ചതും മനസ്സിലാക്കിയതുമൊക്കെയാണ്. മുൾപ്പടപ്പിൽ ദർശനം കൊടുക്കുന്ന മോശയ്ക്ക് ദർശനം കൊടുക്കുന്ന ദൈവത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ നമ്മളിത് കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. മോശ എങ്ങനെയാണ് ഹോറബ് മല അടിയവാരത്തിൽ ഒന്നുമില്ലാത്തവനായി, നഷ്ടപ്പെട്ടവനായി, സങ്കടപ്പെട്ടവനായി വന്നത് എന്ന് നമുക്കറിയാം. കരുണ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച മോശയെ ഇസ്രായേൽ മക്കൾ തിരസ്കരിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട് ഒരു ജത്രോയുടെ ആടുകളെ മേയിച്ച് മലയടിവാരത്തിൽ എത്തിച്ചേരുമ്പോൾ അവനവിടെ കാണും അകലെ മുൾപ്പടപ്പിൽ ഒരു അഗ്നി കത്തിച്ചൊലിച്ചു നിൽക്കുന്നത്. അത് കാണാൻ അടുത്തു ചെല്ലുന്ന സമയത്താണ് അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. ആദ്യമേ വചന ക്ലാസ്സിലെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം തൻ്റെ സ്വരം അവനെ കേൾപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് എന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശെ മോശെ എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ആദ്യം ദൈവം മോശയെ വിളിക്കുന്നത് ഇവിടെയാണ് നാം കാണുക. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ കരുണ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ട് വിജയം വരിക്കാൻ പറ്റാതെ അവൻ ഒരിടത്ത് വേദനിച്ച് നിരാശപ്പെട്ട് നടന്നു പോകുമ്പോൾ അവൻ ഹോറബ് മലയിലെത്തി ദൈവദർശനം കിട്ടുമ്പോൾ അവനെ പേര് ചൊല്ലി വിളിക്കുന്ന, തൻ്റെ സ്വരം കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണും. പുറപ്പാട് 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിലാണ് അവൻ വിളി കേട്ടു, ഇതാ ഞാനെന്ന്. വിളിച്ചപ്പോൾ വിളി കേട്ട ഒരു മോശയെ നാം ഇവിടെ കാണുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് ഓടിയകലുമ്പോൾ ആദം നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിളി കേൾക്കാൻ പോലും മടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ആദത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഉൽപ്പത്തി പുസ്തകം. ഇതാ പുറപ്പാട് പുസ്തകത്തിൽ മോശയും ദൈവം വിളിച്ചപ്പോൾ തന്നെ ഇതാ ഞാൻ ഉത്തരം കൊടുക്കുന്ന ഒരു മോശയെ കാണും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മഹോന്നതങ്ങളായ വ്യക്തികളിൽ, മഹത്വമുള്ള വ്യക്തികളിൽ, പിതാക്കന്മാരിൽ പ്രധാനിയായി മോശയെ അവിടെ എടുത്തു വെച്ചിരിക്കുക. മോശ തമ്പുരാൻ്റെ വിളി കേട്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ ചെരുപ്പ് അഴിച്ചുമാറ്റ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് തമ്പുരാൻ അവനെ ധൈര്യപ്പെടുത്തി അടയാളങ്ങൾ ചെയ്യാനുള്ള കൃപ കൊടുത്ത് അവനെ പറഞ്ഞയക്കുന്നത് നാം കാണും. പ്രഭാഷകന്റെ പുസ്തകം 45:2 പറഞ്ഞ്, ദൈവദൂതന്മാർക്ക് തുല്യമായൊരു മഹത്വം ദൈവം അവന് കൊടുത്തുവെന്ന്. അത് പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ നാം 1-ാമത്തെ വചനത്തിൽ കാണും. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹറോൻ നിന്റെ പ്രവാചകനായി തീരും. ഒറ്റ വചനം എടുത്താൽ മതിയല്ലോ. തമ്പുരാൻ തന്നെ മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നുവെന്ന്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു ചേർക്കാനാണ് ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സ്വരം കേട്ട് കർത്താവ് പറയുന്നതനുസരിച്ച് അവൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി എന്ന് പറയുമ്പോൾ പുറപ്പാട് 7:1 കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നുവെന്ന്. വീണ്ടും നമ്മൾ കാണും 3-ാമത്തെ വചനം പ്രഭാഷകന്റെ പുസ്തകം 44:3 അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു, രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. പുറപ്പാട് പുസ്തകത്തിലെ 10 മഹാമാരികൾ, ഓരോ മഹാമാരിയും കഴിയുമ്പോൾ ഫറവോ പറയും ഇസ്രായേൽ മക്കളെ പുറത്തേക്ക് വിടാമെന്ന്. അപ്പോൾ വിടാമെന്ന് പറയുമ്പോൾ മഹാമാരി അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മോശ പ്രാർത്ഥിക്കും. ഫറവോയും ജനതയും നോക്കി നിൽക്കുമ്പോൾ മഹാമാരികൾ ഓരോന്നോരോന്നായി അവസാനിക്കുന്നത് കൺമുമ്പിൽ കാണുകയാണ്. കർത്താവിൻ്റെ കൈകളിൽ പിടിച്ച് കർത്താവിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മോശ തൻ്റെ ജനത്തിന് വേണ്ടി അവിടുന്ന് അവനെ കൽപ്പനകൾ ഏൽപ്പിച്ചുവെന്ന് നാം കാണും. അതാണ് നമ്മൾ സീനായി മലയിൽ വെച്ച് തമ്പുരാൻ ദൈവകൽപ്പനകൾ സ്വന്തം കരം കൊണ്ട് എഴുതി മോശയ്ക്ക് കൊടുത്തത്.
ഒരു വ്യക്തി തമ്പുരാന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മോശ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇതാ ഞാനെന്ന് അവിടുത്തോട് മറുപടി പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ തന്നെ ഇത്രമാത്രം ദൈവം അടുത്തു നിൽക്കുമെന്ന് അവൻ ഒരിക്കലും ആ സമയം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവൻ പുറപ്പാട് പുസ്തകം മുഴുവൻ നാം വായിക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ജനത്തിനും ദൈവത്തിനും ഇടയിൽ പതറാതെ നിൽക്കുന്ന ഒരു മോശയെ നാം വചനഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ മോശയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ ഒന്നാമത് എൻ്റെ ജീവിതത്തിൽ വേണം കരുണയുടെ ഭാവം. രണ്ടാമത് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ പതറാതെ നിൽക്കണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും അവിടുത്തോടെ എപ്പോഴും ഞാൻ സൗമ്യതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അവിടുത്തേക്ക് ഇതാ ഞാനെന്ന് ഞാൻ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കണം. അന്ന് മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് ഇതാ ഞാനെന്ന് മോശ പറഞ്ഞെങ്കിൽ ആ മോശ അന്ന് മുതൽ തമ്പുരാനോട് സംസാരിക്കാൻ പഠിച്ചു. തമ്പുരാനോട് സംസാരിക്കാൻ പഠിച്ചപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കാനും അവൻ തമ്പുരാനെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. പ്രഭാഷകൻ 45:4 തമ്പുരാനോട് ഇങ്ങനെ ആലോചന ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ അവനെ വിശുദ്ധീകരിച്ചത് എങ്ങനെയെന്ന് എഴുതി വച്ചിട്ടുണ്ട്. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചുവെന്ന്. വിശ്വസ്തതയും സൗമ്യതയുമാണ് ഒരു ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ അലങ്കരിക്കുന്ന ആടയാഭരണങ്ങൾ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെയോളം ഞാൻ ചേർത്ത് വെക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്: വിശ്വസ്തതയും സൗമ്യതയും. ഒന്ന് പറഞ്ഞ് രണ്ടിനെ തട്ടിക്കേറുന്ന ദേഷ്യപ്പെടുന്ന പ്രകൃതിയുള്ളവരാ നമ്മിലധികവും. ഒരു കുഞ്ഞു വിശ്വസ്തത പോലും നമുക്ക് പലപ്പോഴും പാലിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു പോകുന്ന രീതികൾ, ഇതാരും കാണുന്നില്ലല്ലോ. നമ്മോട് തന്നെ വിശ്വസ്തത പാലിക്കാൻ പറ്റാത്ത വ്യക്തികൾ. ഒരു യുവാവിനെ എനിക്കറിയാം. ഒരു 10 നന്മ നിറഞ്ഞ പോലെ നീ അടുപ്പിച്ചൊരു 25 ദിവസം ചൊല്ലാമോ എന്ന് ചോദിച്ചു. ആകെ 10 നന്മ നിറഞ്ഞ മറിയം ചെല്ലാമെന്ന് പറഞ്ഞ് ഏറ്റുപോയി. ആ 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ ഒരു 7 ദിവസം മതി. പക്ഷെ അതിന് പോലും അവന് പറ്റുന്നില്ല. അത്രമാത്രം നമ്മോട് തന്നെ വിശ്വസ്തത കാണിക്കാൻ പറ്റാത്ത ഒത്തിരി ജീവിതങ്ങളെയാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. നമുക്കും ആ ഒരു ബലഹീനതയുണ്ട്. എന്നാൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന 2 പ്രധാനപ്പെട്ട കൃപകളിലൊന്നാണ് വിശ്വസ്തതയും സൗമ്യതയും. അത് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പുലർത്തി എടുക്കുമ്പോൾ ആ വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കും. അവിടുന്ന് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ മോശയ്ക്ക് കിട്ടിയ 4 അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ടാകും. ദൈവം തൻ്റെ സ്വരം എന്നെ കേൾപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു എന്നതാണ്. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് മോശ ചെയ്യുന്ന ഒരു പ്രവൃത്തി പുറപ്പാട് പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായം 7 മുതലുള്ള 33-ാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണും. സമാഗമ കൂടാരം എന്നാണ് അതിൻ്റെ ഹെഡിങ്. 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവായിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു. കർത്താവിൻ്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. വീണ്ടും 8-ാമത്തെ വചനം: മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു. 9-ാമത്തെ വചനമാണ്: തൻ്റെ മേഘങ്ങൾക്കുള്ളിലേക്ക്, ഉള്ളറകളിലേക്ക് അവിടുന്ന് അവനെ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം ഇതാണ്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു. കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മേഘം കൂടാരത്തിനുള്ളിലേക്ക് താണിറങ്ങി വരും. മേഘങ്ങൾക്കുള്ളിലേക്ക് മോശയെ ഇറക്കുന്ന ഒരു തമ്പുരാൻ, ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ ചേർത്ത് വയ്ക്കുന്ന ഒരു തമ്പുരാൻ. എങ്ങനെ ഈ ചേർത്ത് വെപ്പുണ്ടായത്? തൻ്റെ ജീവിതത്തിൻ്റെ പാളയത്തിന് പുറത്ത് അകലെയായി അവൻ കൂടാരമടിക്കുക പതിവായിരുന്നു. അനുദിനം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കുറച്ച് സമയം 5-10 മിനിറ്റെങ്കിലും നിന്നാൽ കഴിയുന്നത് ഒരു സ്ഥലം ഒരുക്കി വെക്കണം. നീ ആ 15-20 മിനിറ്റ് കർത്താവിന് വേണ്ടി നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഇരിക്കുമ്പോൾ, അത് നീ പതിവാക്കി കഴിയുമ്പോൾ
പതിവായി നീ അവന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുമ്പോൾ നിന്റെ സമാഗമ കൂടാരത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് കുറച്ചു മാറി നീയും നിന്റെ തമ്പുരാനും മാത്രം കണ്ടുമുട്ടാൻ ഒരു 20-25 മിനിറ്റ് അനുദിനം പതിവാക്കി നീ മാറ്റിയാൽ നിന്നെ തമ്പുരാൻ മേഘങ്ങൾക്കുള്ളിലേക്ക് മാറ്റും. അവൻ്റെ ഉള്ളിൽ വസിക്കാൻ നീ തുടങ്ങും. ആ സമയം മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ഒത്തിരി മേഖലകളിൽ നിനക്ക് വലിയ വലിയ കൃപകൾ തമ്പുരാൻ ചൊരിയാൻ തുടങ്ങും. വ്യക്തി ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. ഒത്തിരി സൗമ്യതയുള്ള വ്യക്തിയാക്കി തമ്പുരാൻ നമ്മെ മാറ്റും. അന്ന് ഫറവോയുടെ വാതിൽക്കൽ നിന്ന് ഇറങ്ങിപ്പോയി, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി 2 മക്കൾ ദേഷ്യപ്പെട്ടപ്പോൾ ഒരാളെ ഒറ്റയടിക്ക് അടിച്ചു കൊന്ന ദേഷ്യപ്പെട്ട മോശയെ കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ തമ്പുരാൻ കൊടുത്ത അനുഗ്രഹമാണ് സൗമ്യത എന്ന് പറയുന്നത്. അതാണ് പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചുവെന്ന്. കോപങ്ങളും കോപശീലങ്ങളൊക്കെ മാറ്റിയിട്ട് മുഖത്തോട് മുഖം സംസാരിക്കുന്ന ഒരു തമ്പുരാനെ കാണും. മേഘങ്ങൾക്കുള്ളിലിരുന്നു കൊണ്ട് അവൻ അവിടുത്തോട് ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ? നീ എന്നിൽ പ്രീതനാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ചോദിക്കുകയാ തമ്പുരാനോട്. ഞാൻ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുക എങ്ങനെയാ? പിന്നീട് വചനം 33-ാമത്തെ അധ്യായം 12 മുതൽ 23 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജനത്തിന് വഴികൾ കാണിച്ചു കൊടുക്കുന്ന ഒരു തമ്പുരാൻ, തന്നെ കാണാൻ ആഗ്രഹിച്ച മോശയുടെ വാശിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു തമ്പുരാൻ, എങ്ങനെ നീ എന്നെ കാണുമെന്ന്, ഏതവസ്ഥയിൽ നിനക്ക് ഞാൻ സമീപസ്ഥനായിരിക്കുമെന്ന് തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ നാം കാണും. 33-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ മോശയുടെ ശഠിത്തിന്, കർത്താവെ നീ എന്നിൽ പ്രീതനാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ തമ്പുരാൻ പറയും, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന്. പ്രിയപ്പെട്ടവർ, വചനം വായിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കും, ജീവിതത്തിൽ ഓരോ വഴികളിലും നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ തമ്പുരാന് നമ്മെ ഇഷ്ടമുണ്ടോ, കർത്താവിന് നമ്മോട് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈശോയെ, നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കെന്നോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുക. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ധ്യാനത്തിന് വന്നപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ഞാൻ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വെച്ച് എനിക്കൊരു സന്ദേശം തരണം, നീ എന്നെ കെട്ടിപ്പിടിക്കുന്നെന്ന് എന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എന്നോട് പറയണം. ഇതെല്ലാം ആഗ്രഹിച്ച് അവിടെ കൗൺസിലിംഗ് ചെന്നിരിക്കുന്ന സമയം കൗൺസിലർ പെട്ടെന്ന് തന്നെ പറയുക, സിസ്റ്ററിനെ ഈശോ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണല്ലോ കാണുന്നത് എന്ന്. അവിടെ ഇരുന്ന് വാവിട്ട് കരയുകയാണ് സിസ്റ്റർ. കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ കുഞ്ഞു കാര്യത്തിന് പോലും ഈശോയുടെ മുമ്പിൽ, ഈശോയെ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ, നീ എൻ്റെ കൂടെയുണ്ടോ, എനിക്കൊരു ഉത്തരം തായെന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ സംസാരിക്കാൻ തുടങ്ങും. കർത്താവിനോട് ചോദിക്കണം, അവിടുന്ന് ഇത് കേൾക്കാൻ ആഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണും. അങ്ങനെയെങ്കിൽ ആ ഈശോയോട്, ഈശോയെ നിനക്ക് എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളത്, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കൊരടയാളം തരണം. ശഠ്യം പിടിക്കണം. മോശ ശഠ്യം പിടിച്ചില്ലേ? ശഠ്യം പിടിച്ചത് എപ്പോഴാണെന്നറിയോ? എല്ലാ ദിവസവും സമാഗമ കൂടാരത്തിൽ പോയി അവൻ്റെ ഹിതമറിയാൻ അവിടെ ഇരുന്നപ്പോൾ. ഈ മോശ തമ്പുരാൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ സ്വരമൊക്കെ കേട്ടുകഴിഞ്ഞ് അവൻ്റെ കൽപ്പനകളൊക്കെ സ്വീകരിച്ച മോശയ്ക്ക് തമ്പുരാൻ കൊടുത്ത മറ്റൊരു വലിയ സമ്മാനമുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായം 22 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ അഭിഷേക തൈലം എങ്ങനെ നിർമ്മിക്കും എന്നതിനെക്കുറിച്ച് തമ്പുരാൻ മോശയ്ക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് 500 ഷെക്കൽ ശുദ്ധമായ മീറയും 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കൽ സുഗന്ധ സസ്യവും 500 ഷെക്കൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. 25-ാമത്തെ വചനം, സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. പിന്നെ അത് ഒത്തിരി പേരെ അഭിഷേകം ചെയ്യാൻ എവിടെയൊക്കെ തളിക്കണം, എവിടെയൊക്കെ പരട്ടണം, എവിടെയൊക്കെ പരട്ടണ്ട എന്നുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. ഈ വചനം വായിച്ച് കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത, അഭിഷേക തൈലം ഉണ്ടാക്കുന്ന ഒരു മോശയെ നാം ഇവിടെ കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ കണക്കുകൾ ഓരോന്നായി തമ്പുരാൻ ഇവിടെ പറയുന്നുണ്ട്.
ചിട്ടയിട്ട് ഇത്ര കണക്കുകൾ എടുത്ത് നിങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഒരു വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി നീ ഒരു തൈലം ഉണ്ടാക്കണം, അത് അതിവിശുദ്ധമായ തൈലമാണ്, അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈ അഭിഷേക തൈലം ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവരാ. ഈശോയുടെ സ്വരം കേട്ട്, ഈശോയുടെ ഉള്ളിൽ വസിച്ച്, ഈശോയുടെ കൽപ്പനകൾ പാലിച്ച്, അവൻ എന്നെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് അവനോട് ബന്ധം പുലർത്തി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില സഹനങ്ങളുണ്ടാവും, എനിക്ക് ചില നന്മകളുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ ചില നിയമങ്ങളുണ്ടാവും. ഇതൊക്കെ അനുദിനം ഞാൻ പാലിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ അനുദിനം എൻ്റെ ജീവിതത്തെ ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ എൻ്റെ കയ്യിൽ ചില സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് തരും. ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇത് വലിയ സ്നേഹത്തോടെ ഈ വചനഭാഗം വായിക്കുമ്പോൾ മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാൻ, മറ്റുള്ളവർക്ക് ദൈവകൃപകൾ പകർന്നു കൊടുക്കാൻ, ബന്ധത്തിൽ വിടുതൽ കൊടുക്കാൻ, രോഗസൗഖ്യങ്ങൾ കൊടുക്കാൻ, ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ ഈശോ വിളിക്കുന്നവരാ ഓരോ ശുശ്രൂഷകരും. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ സഹനങ്ങളും നൊമ്പരങ്ങളും അവൻ്റെ മുമ്പിലിരിക്കാൻ ഞാനെടുത്ത ത്യാഗങ്ങളും അവൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നിൽ നിറഞ്ഞ ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിന് ചില നന്മകളുണ്ട്. ഇതൊക്കെ എണ്ണി എടുത്തിട്ട് എൻ്റെ കൈവെളിയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഞാനൊരു സുഗന്ധ തൈലം നിർമ്മിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നെ സഹായിക്കും. ഈ സുഗന്ധദ്രവ്യങ്ങൾ അടുക്കിട്ട ചിട്ടയിട്ട ജീവിതത്തിൽ ഞാൻ ഈശോയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നിൽ നിറയുന്ന ഒരു തൈലമാണ് ഈ പരിശുദ്ധാത്മ തൈലം. ഈ പരിശുദ്ധാത്മ തൈലം എടുത്ത് ആ കൃപയിൽ ജ്വലിച്ച് ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചാലും അവിടെയെല്ലാം നിശ്ചയമായ അനുഗ്രഹമുണ്ടാകും. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അവിടുത്തെ സ്വരം ശ്രവിച്ച്, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേക തൈലമുണ്ടാക്കി ആത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയായി ഞാനും നിങ്ങളുമൊക്കെ മാറണം. മോശ ഈ അഭിഷേക തൈലമുണ്ടാക്കി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അതെവിടെയൊക്കെ പുരട്ടിയോ എവിടെയൊക്കെ ചേർത്ത് വെച്ചോ അവിടെയെല്ലാം അനുഗ്രഹമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മോശയെക്കുറിച്ച് ധ്യാനിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഈ ഒരു കൃപയാണ് വേണ്ടത്. കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന, കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന, ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ വസിക്കുന്ന, കർത്താവിനോട് മുഖാഭിമുഖം സംസാരിക്കുന്ന, സൗമ്യതയുള്ള വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയായി ഞാനും നിങ്ങളുമൊക്കെ മാറുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ പകർന്നു കൊടുക്കാൻ പറ്റുന്ന, എന്നും ലോകം അനുസ്മരിക്കുന്ന, ദൈവസന്നിധി സ്ഥാനം കിട്ടുന്ന ഒരു വലിയ കൃപയുള്ള അഭിഷേകമുള്ള യഥാർത്ഥ ക്രൈസ്തവനായി നമുക്ക് മാറാൻ പറ്റും. അതിന് മോശയുടെ ജീവിതം നമ്മെ സഹായിക്കണം. ഈ മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കും. മോശ ഇസ്രായേൽ മക്കൾക്ക് ദൈവകൽപ്പന പറഞ്ഞു കൊടുത്തതുപോലെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വചനപ്രഘോഷകരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അഭിഷേക തൈലം നിർമ്മിക്കുന്ന വ്യക്തിയായി മാറാൻ കർത്താവിൻ്റെ കൂടെയൊരിക്കൽ കൃപ ചോദിച്ച് മേടിക്കണം. അവൻ്റെ ഉള്ളിൽ വസിക്കാൻ പറ്റണം. അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം. അതിന് മോശയുടെ ജീവിതം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, മോശയെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിച്ചു. അവൻ്റെ കരുണയുടെ ഭാവവും നിൻ്റെ മുമ്പിലിരിക്കാനുള്ള തീവ്രതയും, നിനക്ക് വേണ്ടി ഇതാ ഞാനെന്ന് പറയാൻ അവനെടുത്ത ത്യാഗവും, ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ അടിപതറാതെ നിനക്ക് വേണ്ടി നിലകൊണ്ടതും, നീ അവൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം കൊടുത്തതുമൊക്കെ ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈശോയെ, നിൻ്റെ സ്വരം കേൾക്കാൻ, നിൻ്റെ ഉള്ളിൽ വസിക്കാൻ, നിന്നോട് മുഖത്തോട് മുഖം സംസാരിച്ച് നിൻ്റെ കൽപ്പനകൾ ജനത്തിന് പകർന്നു കൊടുക്കുന്ന യഥാർത്ഥ പ്രേക്ഷിതരായി മോശയെപ്പോലെ ലോകത്തിൽ എന്നും വിശ്വാസത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ, ദൈവം പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.